അങ്ങനെ ആഫ്റ്റർ വിസിറ്റിംഗ് സീ അക്വേറിയം വി പ്രൊസീഡഡ് ടു യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്. യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെ എൻട്രൻസ് ആണ്. അതിൻ്റെ തൊട്ട് മേലെ തന്നെ നമുക്ക് ആ മോണോറയിൽ പോകുന്നത് കാണാം. കയറുമ്പോൾ തന്നെ നമ്മൾ യൂഷ്വലി ഇത് കയറുന്നതിന് കുറച്ച് സ്റ്റോഴ്സ് ആയിരിക്കും കാണുന്നത്. ജസ്റ്റ് ലൈക്ക് യൂറോപ്യൻ സ്ട്രീറ്റ് പോലെ തന്നെ ഉണ്ടാവും ആ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെ സെറ്റപ്പെല്ലാം. ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് കാണുമ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ ഹൈദരാബാദുള്ള രാമോജി റാവു ഫിലിം സിറ്റി, മീൻസ് യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെ ഒരു ഇന്ത്യൻ വേർഷനാണ് രാമോജി റാവു ഫിലിം സിറ്റി. അവിടെ കാണുന്ന ആ ബസ് കാര്യങ്ങളെല്ലാം കാണുമ്പം എനിക്ക് രാമോജി റാവു ഫിലിം സിറ്റി ഓർമ്മ വരുന്നത്. ഐ തിങ്ക് രാമോജി റാവു ഫിലിം സിറ്റി യൂണിവേഴ്സൽ സ്റ്റുഡിയോസിനെക്കാട്ടും വലുതാണ്, വലിയൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് ഓരോ ഷോസ് നമുക്ക് കാണാം. നമ്മൾ നടക്കുമ്പം തന്നെ ഇനീഷ്യലി നമ്മൾ കയറുമ്പോൾ തന്നെ ഷോപ്പിങ്ങിൻ്റെ സ്ഥലത്ത് കാണുന്നത് കുറേ ഷോപ്സാണ്. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുമ്പോൾ റോളർ കോസ്റ്റർ ഏരിയ കാണാം. പിന്നെ കുറച്ച് പ്രൊസീഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ഷോസിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ ആ സമയം നമ്മൾ അവിടെ പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പർട്ടിക്കുലർ ഷോ കാണാം. പിന്നെ ഓരോ റൈഡ്സിന് നമ്മൾ ആ പെർട്ടിക്കുലർ ഏരിയയിൽ പോകുമ്പം നമുക്കവിടെ വെയിറ്റിംഗ് ടൈം ഡിസ്പ്ലേ ചെയ്തത് കാണാം. അപ്പം വെയിറ്റിംഗ് ടൈം കുറച്ചുള്ള ഷോസാണ് ഞാൻ കൂടുതലും റൈഡ്സാണ് കൂടുതലും കയറിയത്. എക്സ്പ്രസ് ടിക്കറ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോസ് പെട്ടെന്ന് കണ്ട് അറ്റൻഡ് ചെയ്യാം, ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു വലിയ ക്യൂ ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചത് ഇത് ഇത്രയും വലിയ ക്യൂ എങ്ങോട്ടേക്കുള്ള ക്യൂ ആണെന്നില്ല. നോക്കുമ്പോൾ അതൊരു ബേക്കറിയിലോട്ടേക്കുള്ള ക്യൂ ആയിരുന്നു. അതൊരു ഫേമസ് ബേക്കറി ആയിരുന്നു. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ആക്ഷൻ സ്റ്റുഡിയോയിലോട്ടേക്ക് പ്രൊസീഡ് ചെയ്തു. ആക്ഷൻ സ്റ്റുഡിയോയിലോട്ടേക്കുള്ള വെയിറ്റിംഗ് ടൈം പറഞ്ഞ് 20-25 മിനിറ്റ് ഉണ്ടായിരുന്നു. വിത്തൗട്ട് വെയിറ്റ്. അങ്ങനെ പിന്നെ നമ്മളിപ്പം ആക്ഷൻ സ്റ്റുഡിയോയിലോട്ടൊക്കെ പോകും. നമ്മൾ പോകുന്നതിൻ്റെ റൈറ്റ് സൈഡാണ് എക്സ്പ്രസ് വേ. ആ എക്സ്പ്രസ് വേയിൽ കൂടെ നമുക്ക് ആൾക്കാർ പാസ് ചെയ്ത് പോകുന്നതാണ്. എക്സ്പ്രസ് ടിക്കറ്റ് വാങ്ങിച്ചാൽ അത് കുറച്ച് കൂടുതൽ ഡോളേഴ്സ് കൊടുത്താൽ എക്സ്പ്രസ് ടിക്കറ്റ് നമുക്ക് വാങ്ങിക്കും. അങ്ങനെ നമുക്ക് ഇതുപോലെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ്ലി തന്നെ കയറി പോകാം. Standing throughout the entire show. Yes, first row, move forward. Second and third. The rest of you can please move in from the back all the way. Yes, one time everyone. This way. സ്റ്റണ്ടും ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കുന്ന ഒരു ഷോ ഉണ്ടാവും. അപ്പം അതായിരുന്നു എനിക്ക് ഓർമ്മ. ഏകദേശം ഇവിടെയുള്ള ആക്ടിവിറ്റീസിലും രാമോജി റാവുവിൽ പോയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കത് കമ്പയർ ചെയ്യാൻ Alright, by the way. Hi, hello. Okay, give me 5. Alright. Okay, by the way, my name is Mazlan. Hello. Hi. And I'm your director over here. In a few minutes, you will be entering our main sound stages. It's over there, to your right. That's all. Where the magic will happen. Where our special effect wizard have created a dramatic scene simulating the effects of Category 5 hurricane hitting New York City. The scenes include loud noise, heavy rain, and parents, are you ready for the show, all of you? Yes. Okay, one thing, please. Hi sir, don't do that, alright? Let him down. Yes, put your son down. Right, it's not safe, okay? And we are watching of that, okay? Everyone, so are you ready
for the show. Okay, another thing, please keep all your belongings in your bags or in your pockets because all of you might get wet. Yes, I'm serious. Yeah, this is a show. Okay? So, by saying that, all of you, are you ready? Yes. Are you sure? You can handle it? All of you, your face, look worried. Don't worry, it's not here. Later on, over there, we got 2 rooms. The wet room is over there. Now it's front. Alright? Are you fine with that? Okay, here we go. Alright? Hello, I'm Steven Spielberg, and this Lock it up on the bell. Roll playback. Cue the sun. Cue the waves. Cue the thunder. Cue the rain. And action. This is the emergency broadcast system. A Category 4 hurricane with sustained winds of 125 miles an hour is making landfall in New York. All residents are instructed to seek shelter immediately. I'm live here in the Charlie the 8 newsroom. Let's go to one of our reporters in Midtown. They say this could be one of the storms of the century. What can you tell us? Wherever that sign lands, we only hope there are no people nearby. This is the emergency broadcast system. The hurricane is now Category 5. Stay away from all windows and extinguish all flames. Repeat, extinguish all flames. Repeat, extinguish all flames. It's urged to remain calm. The authorities have the situation under control. That's the gun. All right, let's reset. Everything goes back to work. Congratulations, ladies and gentlemen. On the wedding hurricane, please get on the following directions. ആക്ച്വലി ബോർഡിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്തെല്ലാം കാണേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ബോർഡിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ആ ഓരോ സ്ഥലവും സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ഏൻഷ്യൻ്റ് ഈജിപ്റ്റിൻ്റെ ഇതായിരുന്നു ഞങ്ങൾ വിസിറ്റ് ചെയ്തത്. സയൻസ് ഫിക്ഷൻ സിറ്റിയിൽ ട്രാൻസ്ഫോമേഴ്സ് വിസിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവിടെ വെയിറ്റ് ടൈം വളരെ കൂടുതലായിരുന്നു. സോ അത് ആ റൈഡ് കാണാൻ പറ്റിയില്ല. സോ ദെൻ വി പ്രൊസീഡഡ് ടു ഏൻഷ്യൻ്റ് ഈജിപ്റ്റ്. സോ അതെന്താ സംഭവം എന്നുള്ളത് എനിക്ക് ആക്ച്വലി അറിയില്ലായിരുന്നു, ഏൻഷ്യൻ്റ് ഈജിപ്റ്റിൻ്റെ ഇത്. ഞങ്ങളങ്ങനെ ട്രാൻസ്ഫോമേഴ്സിൻ്റെ കുറച്ച് ഡിസ്പ്ലേസ് എല്ലാം കണ്ട് പിന്നെ വി ഡയറക്റ്റ്ലി പ്രൊസീഡഡ് ടു ഏൻഷ്യൻ്റ് ഈജിപ്റ്റ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സീക്വൻഷ്യലായിട്ട് ഒന്നൊന്നായിട്ട് നമുക്ക്
കണ്ടു തീർക്കാവുന്നതാണ്. അതിനിടയിൽ റോളർ കോസ്റ്റർ റൈഡ്സ് വേണമെങ്കിൽ നമുക്ക് കയറാം. അത് 2 ടൈപ്പ് റോളർ കോസ്റ്റർ റൈഡ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് മോഷൻ സിക്നസ് ഉള്ളതുകൊണ്ട് ആ റോളർ കോസ്റ്റർ റൈഡിൽ കയറിയില്ല. ബിക്കോസ് അത് കുറച്ച് കഠിനകരമായ ഒരു റൈഡാണ്. പിന്നെ നമ്മൾ റോളർ കോസ്റ്ററിൽ തന്നെ വെയിറ്റിംഗ് ടൈമും കുറച്ച് കൂടുതലായിരുന്നു, 1 hour എല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ കവർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ മെയിൻലി മോഷൻ സിക്നസ് ഉള്ള ആൾക്കാർ റോളർ കോസ്റ്റർ റൈഡ് പോകുമ്പം ശ്രദ്ധിക്കുക. കുറേ സമയം വരെ ഞാൻ ഈ റീസെൻ്റ്ലി വീഗാലാൻഡിൽ പോയപ്പം റോളർ കോസ്റ്റർ കയറിയപ്പോഴത്തേക്കും ഫുൾ ഇത് കഴിഞ്ഞിട്ടുള്ള സമയം ഭയങ്കര ഡിസ്കംഫർട്ടുള്ളതായിരുന്നു. സോ ഞാൻ റോളർ കോസ്റ്റർ ഒഴിവാക്കി. എന്നാൽ കൂടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ഏൻഷ്യൻ്റ് ഈജിപ്തിൽ എന്താ സംഭവം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പം അങ്ങോട്ടേക്ക് പ്രൊസീഡ് ചെയ്തു. ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു ആ ഈജിപ്ഷ്യൻ പിരമിഡിൻ്റെ അവിടെ എല്ലാം എന്താ ഉള്ളതെന്നുള്ളത് കാണാൻ. അവിടെ ഉള്ളിലെത്തി കഴിഞ്ഞപ്പോഴാണ് സംഭവം എന്താണെന്നുള്ളത് മനസ്സിലായത്. ഞാൻ ആക്ച്വലി ആ ഈജിപ്ഷ്യൻ ഏരിയയിലോട്ട് പ്രൊസീഡ് ചെയ്ത് ഞാൻ വിചാരിച്ച പോലെ മ്യൂസിയമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റൈഡായിരിക്കും എന്ന് വിചാരിച്ചാൽ പ്രൊസീഡ് ചെയ്തത്. അപ്പോൾ അവിടെ പുറത്ത് അവിടെയും വെയിറ്റ് ടൈം കൂടുതലായിരുന്നു. പക്ഷേ സിംഗിൾ റൈഡേഴ്സിന് സെപ്പറേറ്റ് ആയിട്ടൊരു ക്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സിംഗിൾ റൈഡേഴ്സിന് സെപ്പറേറ്റ് ക്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ആ റൈഡിൽ കയറാൻ പറ്റി. അതും പക്ഷേ ഒരു റോളർ കോസ്റ്റർ, ഒരു മിനി റോളർ കോസ്റ്റർ, മറ്റേത് ഓപ്പൺ റോളർ കോസ്റ്ററാണല്ലോ, ഇത് ഒരു ഇൻഡോർ റോളർ കോസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. മറ്റേത് ഔട്ട്ഡോർ റോളർ കോസ്റ്ററാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇതൊരു ഇൻഡോർ റോളർ കോസ്റ്റർ ഇതായിരുന്നു. ഫോണിൽ ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് റോളർ കോസ്റ്റർ ആയതുകൊണ്ട് ഫോണ് പുറത്തെടുക്കുന്നത് വളരെ ഡേഞ്ചറായിട്ടുള്ള കാര്യം. കാരണം ഫോണ് താഴെ വീണ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത് ഫോണ് ഞാൻ പുറത്തെടുത്തില്ല. ഐഡിയലി ഫോണെല്ലാം നമ്മളൊരു ലോക്കറിൽ വെക്കുകയോ അല്ലെ റൈഡ് ചെയ്യാത്ത ആരുടെയെങ്കിലും കയ്യിൽ കൊടുക്കുക വേണ്ടത് ഈ റോളർ കോസ്റ്ററിൽ കയറുമ്പോൾ. അവർ ലോക്കർ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ നമ്മുടെ വലിയ ഔട്ട്ഡോർ റോളർ കോസ്റ്ററിൽ അവർ മാൻഡേറ്ററി ആയിട്ടും ഫോൺസ് എല്ലാം അവർ ലോക്കറിൽ വെക്കാൻ പറയും. ഇവിടെ പക്ഷെ വലിയ ചെക്കിങ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ബെറ്റർ നോട്ട് ടു ടേക്ക് എനി ഫോൺസ് ഇൻസൈഡ്. അല്ലെങ്കിൽ വേറെ ഒരാളെയും കൂടെ ഉള്ളിൽ കൊണ്ടുപോയി എന്നിട്ട് let the other person leave the phone with them. സോ അങ്ങനെ ഏൻഷ്യൻ്റ് ഈജിപ്തിൻ്റെ റൈഡ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ ജുറാസിക് വേൾഡിലോട്ടേക്ക് പ്രൊസീഡ് ചെയ്തു. ഇവിടെയെല്ലാം ഓരോ സ്ഥലത്ത് അവിടെ ഇവിടെയെല്ലാം കുറേ കഫേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വിശപ്പുള്ള ആൾക്കാർക്കെല്ലാം ഒരു ബ്രേക്ക് എടുക്കേണ്ട ആൾക്കാർക്കെല്ലാം അവിടെ ഇരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. പക്ഷെ നമുക്ക് കിട്ടുന്ന പരിമിതമായ കുറച്ച് ടൈമാണ്. സോ അതുകൊണ്ട് നമ്മൾ മാക്സിമം റൈഡിൽ കയറാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഈ ജുറാസിക് വേൾഡിലും കുറേ റൈഡ്സ് ഉണ്ട്. പക്ഷെ എല്ലാ റൈഡിലും നമുക്ക് കയറാൻ സമയം കിട്ടിയെന്ന് വരില്ല. ഞാൻ ഒരു റൈഡ് കയറാൻ വേണ്ടി ക്യൂ നിന്നു. ഏകദേശം 1.5 മണിക്കൂറായിരുന്നു എൻ്റെ ഇത് പോയത്. അപ്പോഴാണ് ആ എക്സ്പ്രസ് ടിക്കറ്റ് വാങ്ങി പോകുന്നവരുടെ ഇത് മനസ്സിലായത്. കാരണം എക്സ്പ്രസ് ടിക്കറ്റ് വാങ്ങിയ ആൾക്കാരെല്ലാം വളരെ പെട്ടെന്ന് ക്യൂ മറികടന്ന് ഫ്രണ്ടിലോട്ടേക്ക് പോകുമായിരുന്നു. ഞങ്ങളിങ്ങനെ ക്യൂലിങ്ങനെ വെയിറ്റ് ചെയ്ത് ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തു. റാപ്പിഡ്സ് അഡ്വെഞ്ചർ എന്നായിരുന്നു ഈ ഒരു റൈഡിൻ്റെ പേര്. ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. ഓക്കെ, നല്ലൊരു റൈഡായിരുന്നു. അത് ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ഫോൺ ഉള്ളിലോട്ട് എടുത്തില്ല. ഇതായിരുന്നു ആ റൈഡ്. ആക്ച്വലി ഇത് പുറത്ത് വരുന്ന ഉള്ളിൽ ഇത് ആക്ച്വലി നമ്മുടെ ജുറാസിക് വേൾഡ് പോലെ തന്നെ ഒരു ചെറിയ സ്ട്രീം ഓഫ് വാട്ടറിൽ കൂടെ നമ്മളെ പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കും നമ്മൾ എന്നിട്ട് ഇതുവഴി ഈ ഹൈഡ്രോ ഇലക്ട്രിക് ടാങ്കിൻ്റെ അതുവഴി നമ്മൾ പുറത്തോട്ടേക്ക് വരും. ഇതായിരുന്നു ഇത് ഇതൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണല്ലോ എല്ലാം. പിന്നെ വേണ്ടവർക്ക് ഒരു റെയിൻ കോട്ട് വേണമെങ്കിൽ ഒരു കരുതാം, ലൈറ്റായിട്ടുള്ള റെയിൻ കോട്ട്. ബിക്കോസ് വാട്ടർ സ്പ്ലാഷ് ചെയ്യുമ്പം നമ്മുടെ മേത്ത് തെറിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പം ഫുള്ളി വെറ്റാകാം. ഞാൻ പാർഷ്യലി വെറ്റായിട്ട് വെള്ളം തെറിച്ച് കുറച്ച് ഇതായി.
പക്ഷേ അവിടെ ഡ്രൈയിങ് റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ജുറാസിക് വേൾഡ് കഴിഞ്ഞ് പിന്നെ ഫാർ ഫാർ അവേ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടേക്ക് പോയി. അപ്പോൾ അവിടെയും കുറേ ഷോസ് ഉണ്ട്. അപ്പോൾ അവിടെ പക്ഷേ ഞാൻ ഷ്രെക്കിൻ്റെ ഒരു ഷോ മാത്രമേ അറ്റൻഡ് ചെയ്തുള്ളൂ. അതിനും എനിക്കൊരു 20-25 മിനിറ്റ്സ് വെയിറ്റ് ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയും ക്യൂ നിന്ന് വെയിറ്റ് ചെയ്ത് ആ ഒരു ഷോ ആകെ 20 മിനിറ്റ്സ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ ഷോ. പക്ഷേ ആ ഷോന് വേണ്ട വെയിറ്റിംഗ് ടൈം ആയിരുന്നു കൂടുതൽ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ വാട്ടർ വേൾഡ് എന്ന് പറഞ്ഞ ഷോ, അതൊരു സ്റ്റണ്ട് ഷോ ആയിരുന്നു ബേസിക്കലി. ഇത് നമുക്ക് ഈ ഒരു ഷോ കാണുമ്പോൾ നമുക്ക് നമ്മുടെ രാമോജി റാവു ഫിലിം സിറ്റിയിൽ പോയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സ്റ്റണ്ട് ഷോ ഉണ്ട്. അപ്പോൾ ആ സ്റ്റണ്ട് ഷോയും ഇതും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ തോന്നും. രണ്ടും വ്യത്യസ്തമായ സ്റ്റണ്ട് ഷോ തന്നെയാണ്. അതൊരു ഇന്ത്യൻ വേർഷനാണ്, ഇതൊരു ഇൻ്റർനാഷണൽ വേർഷനാണ്. അത് തന്നെ ഇതൊരു നല്ല ഷോ ആയിരുന്നു. ഇത് ഉണ്ടായിരുന്നു ഒരു 20-30 മിനിറ്റ്സ് എന്തോ ഉണ്ടായിരുന്നു ഈ ഒരു ഷോ. അപ്പോൾ ഈ ഷോനും ടൈമിംഗ് ഉണ്ട്. ആ ടൈമിംഗ് അനുസരിച്ച് വേണം നമ്മളവിടെ വന്നിരിക്കാൻ. ലാസ്റ്റ് ഷോ 5 മണിക്ക് എന്തോ ആയിരുന്നു തോന്നുന്നു. ഞങ്ങൾ ലാസ്റ്റ് ഷോ ആയിരുന്നു അറ്റൻഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഷോ ഉണ്ടായിരുന്നില്ല. ഇത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ ഷോ ആരംഭിച്ചു. ഇതൊരു വാട്ടർ ഷോ ആയിരുന്നു. വാട്ടറിലൊരു സ്റ്റണ്ട് ചെയ്യുന്ന ഒരു ഷോ ആയിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. അതൊക്കെ
Check this out. Come on, guys. Good. Let's go water on this chicken out butts. Who trained this guy? You did, boss. There we go. Hey, you fix that thing. No, it's getting away. Ladies and gentlemen. പ്രൊസീഡഡ് ഔട്ട്സൈഡ്. അപ്പോൾ അങ്ങനെ റോളർ കോസ്റ്റർ എല്ലാം ഉള്ള സ്ഥലത്തോട്ടേക്ക് വന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. അതിനുശേഷം വി പ്രൊസീഡഡ് ബാക്ക് ടു ദ ട്രെയിൻ സ്റ്റേഷൻ. അങ്ങനെ ട്രെയിൻ സ്റ്റേഷനുള്ള സ്ഥലത്തോട്ടേക്ക് നമ്മൾ പ്രൊസീഡ് ചെയ്തു. അപ്പം ഞങ്ങൾക്ക് ഇനി ഇത് റിസോർട്ട്സ് വേൾഡ് സ്റ്റേഷനായിരുന്നു. ഇവിടുന്ന് ബീച്ച് സ്റ്റേഷനിലോട്ടേക്ക് പോകണം. അവിടെയാണ് ഞങ്ങളുടെ അടുത്ത ഷോ ഉള്ളത്. അടുത്ത ഷോ ആണ് ഇതാണ് അക്വാരിയത്തിൻ്റെ സ്ഥലം കേട്ടോ, വാട്ടർ ഫ്രണ്ട് എന്ന് പറഞ്ഞത്. അക്വാരിയം പിന്നെ ഞങ്ങളങ്ങനെ ബീച്ച് ഫ്രണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ടേക്ക് പോകാൻ വേണ്ടി റിസോർട്ട്സ് സ്റ്റേഷനിലോട്ടേക്ക് വന്നു. അപ്പോൾ ഇതാണ് ഒരു മാപ്പ്, എങ്ങനെയാണ് സ്റ്റേഷൻ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, എന്തെല്ലാം കാഴ്ചകളാണ് ആ സ്ഥലങ്ങളിലുള്ളതെന്നുള്ളത് ആ മാപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഗൈഡ് ചെയ്യാനൊരാളുണ്ടാവും നമ്മുടെ ട്രെയിനിലോട്ടേക്ക്. അങ്ങനെ ഞങ്ങൾ ബീച്ച് സ്റ്റേഷനിലോട്ടേക്ക് പോവാറുണ്ട്. ഈ ട്രെയിനിൽ പോകാൻ ടിക്കറ്റോ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഫ്രീ ആണ്. ഐലൻഡിൽ തന്നെ ഓടുന്ന ട്രെയിനാണിത്, മോണോ റെയിലാണ്. അപ്പം ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റേ സ്റ്റേഷനിൽ പോകാൻ വേറെ ടിക്കറ്റ് പൈസയുടെ ആവശ്യമൊന്നുമില്ല, ഫ്രീ ആണ്. പിന്നെ നടന്ന് വേണമെങ്കിലും നമുക്ക് പോകാം കേട്ടോ. ഇപ്പം നടക്കാൻ പ്രശ്നമൊന്നുമില്ലാത്ത ആൾക്കാരാണെങ്കിൽ, എൻ്റെ കൂടെ അമ്മയുള്ളത് കൊണ്ടാണ് ഞാൻ ട്രെയിനിൽ പോയത്. നടക്കാൻ പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നടവലിപ്പാതയാണ്, നടന്നിട്ട് വേണമെങ്കിലും നമുക്ക് ബീച്ച് സ്റ്റേഷൻ വരെ പോകാം. അതും ബ്യൂട്ടിഫുള്ളാണ്. കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രം. ടൈം പരിമിതിയുള്ള ആൾക്കാർക്ക് ഈ ട്രെയിൻ പിടിച്ച് ബീച്ച് സ്റ്റേഷൻ വരെ പോകാം. അല്ലാതെയുള്ള ആൾക്കാർ നടന്നിട്ട് വേണമെങ്കിൽ സുന്ദരമായ കാഴ്ചകളെല്ലാം കണ്ട് നടന്നിട്ട് പോകാം. ഇവിടെ ഇറങ്ങാം. അങ്ങനെ നെക്സ്റ്റ് ഷോ വിങ്സ് ഓഫ് ടൈമിൽ വന്ന ഷോന് വേണ്ടി ഞങ്ങൾ പ്രൊസീഡ് ചെയ്തു. അങ്ങനെ വി ഹാഡ് അവർ ഡിന്നർ പ്ലസ് ലഞ്ച് ടോസ്റ്റ് ആൻഡ് കറി. അത് കഴിഞ്ഞ് വി പ്രൊസീഡഡ് ടു വിങ്സ് ഓഫ് ടൈം സൈറ്റ്. അവിടെ ഞങ്ങൾ ഇതുപോലെ ഒരു ഓപ്പൺ ബീച്ച് ഏരിയയിൽ അവർ കൊണ്ടുപോയി ഇരുത്തി. ആൻഡ് വി ജസ്റ്റ് വാച്ച് ദ ഷോ. അതൊരു യുണീക്ക് ഷോ ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇറ്റ് വാസ് എ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ബേസിക്കലി. The show, we proceeded back to our hotel.